ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ മാസം നമ്മൾ 1 തെസ്സലോനിക്കർക്കെഴുതിയ ലേഖനം പഠനം ആരംഭിച്ചു. അതിൻ്റെ ഇൻട്രൊഡക്ഷനിലേക്ക് നമ്മൾ കടന്നുപോയി. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ഭാഗം 1-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളാണ്. 1 തെസ്സലോനിക്കർക്കെഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. നമ്മൾ ആദ്യത്തെ വാക്യത്തിൽ കാണുന്നത് കൃപയും സമാധാനവും നിങ്ങൾക്കുണ്ടാവട്ടെ എന്നുള്ള ഒരു ഗ്രീറ്റിങ്സ് പൗലോസും തൻ്റെ കൂട്ടരും ഇവർക്ക് കൊടുത്തതിന് ശേഷം ഈ പുസ്തകത്തിൻ്റെ മെയിൻ ബോഡിയിലേക്ക് കടക്കുകയാണ്. ഓക്കെ, നമുക്ക് ഈ 2-ാമത്തെ 3-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 1-ാമത്തെ അധ്യായത്തിൻ്റെ 2ഉം 3ഉം വാക്യങ്ങൾ. ഇംഗ്ലീഷിൽ വായിച്ചോട്ടെ. Thessalonians chapter 1 verse 2 and 3. Chapter 1 Yeah. verse 2 and 3. Yeah. We give thanks to God always for you all, making mention of you in our prayers, remembering without ceasing your work of faith, labor of love, and patience of hope in our Lord Jesus Christ, in the sight of our God and Father. ഓക്കെ, മലയാളത്തിൽ കൂടെ നമുക്ക് വായിക്കാം. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ സ്മരിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പേരിൽ സ്നേഹപ്രയത്നവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരതയും ഇടപെടാതെ നമ്മുടെ ദൈവവും പിതാവുമായവൻ്റെ സന്നിധിയിൽ ഓർത്തു ഞങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി എപ്പോഴും ദൈവത്തിനും സ്തോത്രം ചെയ്യും. ഓക്കെ, പൗലോസിൻ്റെയും ശീലാസിൻ്റെയും തിമോത്തിയോസിൻ്റെയും പ്രാർത്ഥന ജീവിതത്തിൽ നിന്നും നമുക്ക് ചില കാര്യങ്ങൾ ഇന്ന് ശ്രദ്ധിക്കാം. 1, ദൈവ ശുശ്രൂഷകന്മാരെന്ന നിലയിലും കൂട്ടവിശ്വാസികൾ എന്ന നിലയിലും നാം തുടർമാനമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഇറ്റ് വിൽ റിഫ്ലക്റ്റ് അവർ ലവ് ആൻഡ് ബർഡൻ ഫോർ അതേഴ്സ്. നമ്മൾ തുടർമാനമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള നമ്മളുടെ സ്നേഹവും ഭാരവും അതിൽ പ്രകടമാകുന്നുണ്ട്. അതാണ് 1-ാമത്തെ കാര്യം. ഇവിടെ നമ്മൾ കാണുന്നത് വ്യക്തിപരമായിട്ടും ഒരു ടീമായിട്ടും പൗലോസും തൻ്റെ കൂട്ടരും പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രാർത്ഥനകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ എല്ലാ പ്രാർത്ഥനയിലും ദേ മേഡ് ഷുവർ ഓഫ് വൺ തിങ്. എന്തായിരുന്നു? ദേ മേഡ് ഷുവർ ദാറ്റ് ദേ പ്രേഡ് ഫോർ ദ ബിലീവേഴ്സ് ഇൻ തെസ്സലോനിക്ക ഇൻ ആൻ അൺസീസിങ് മാനർ. ഇടവിടാതെ ഈ വിശ്വാസികൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുവാൻ അവർ എപ്പോഴും ശ്രമിച്ചിരുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. One prays constantly and with burden for things and people that fill their minds. പ്രാർത്ഥന എന്നുള്ളൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ ഒരു ഫീച്ചർ കാണുന്നുണ്ട്. നമ്മൾ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് എപ്പോഴും ഭാരം കൊള്ളുന്നത്, അല്ലെങ്കിൽ എന്താണ് നമ്മളുടെ മനസ്സിൽ നിറയുന്നത്, അതിനു വേണ്ടിയിട്ട് മാത്രമേ നമ്മൾ തുടർമാനമായിട്ട് പ്രാർത്ഥിക്കാറുള്ളൂ. ശരിയല്ലേ? പഠിത്തം മാത്രം ചിന്തിക്കുന്ന ഒരാൾ എപ്പോഴും പ്രാർത്ഥന വിഷയത്തിൽ എന്തായിരിക്കും? ഫസ്റ്റ് മേടിക്കണം എന്നുള്ളൊരു കാര്യമാണ് എപ്പോഴും അയാളുടെ മനസ്സിലുള്ളത്. സോ ദിസ് റിഫ്ലെക്ട്സ് ദി അഫെക്ഷൻ ആൻഡ് ദ ബർഡൻ ദാറ്റ് പോൾ ഹാഡ് ഫോർ ദം. ഈ ഒരു വാക്യത്തിൽ നിന്ന് പൗലോസിനും കൂട്ടർക്കും ഇവർക്ക് വേണ്ടിയിട്ടുണ്ടായിരുന്ന ഒരു മനസ്സലവും ഇവർക്ക് വേണ്ടിയിട്ടുണ്ടായിരുന്ന ഭാരവും പ്രകടമാക്കുന്നുണ്ട്. ഈ ഒരു ഭാരമാണ് 5-ാമത്തെ അധ്യായത്തിൻ്റെ 17-18 വാക്യങ്ങളുടെയും അടിസ്ഥാനമായിരിക്കുന്നത്. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. 5-ന്റെ 17-18 വളരെ ചെറിയ വാക്യങ്ങളാണ്. പ്രേ വിത്തൗട്ട് സീസിങ്, ഇൻ എവറിത്തിങ് ഗിവ് താങ്ക്സ്, ഫോർ ദിസ് ഇസ് ഗോഡ്സ് വിൽ ഫോർ യു ഇൻ ക്രൈസ്റ്റ് ജീസസ്. ഇടവിടാതെ പ്രാർത്ഥിക്കുക, എല്ലാത്തിനും സ്തോത്രം ചെയ്യുക, ക്രിസ്തു യേശുവിൽ ഇതാകുന്നു നിങ്ങൾക്കുള്ള ദൈവഹിതം. ഓക്കെ, അപ്പോൾ പൗലോസും കൂട്ടരും ചെയ്തത് 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. 5-ാമത്തെ അധ്യായത്തിൻ്റെ 17-18 വാക്യങ്ങളിൽ പൗലോസ് അവരോട് ചെയ്യാൻ പറയുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. അവർ ചെയ്തത് ആണ് അവരോട് ഉപദേശിക്കുന്നത്. ഇവിടെ നമുക്കൊരു ലെസൺ കാണാൻ സാധിക്കുന്നുണ്ട്. വി ഓഫൺ തിങ്ക് prayer is the least that we can do for others who are dear to us.
നമുക്ക് പ്രിയമുള്ളവരോട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ കാര്യമാണ് പ്രാർത്ഥന എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഫോർ us ആക്ഷൻസ് മാറ്റർ മോർ ദൻ പ്രയർ. നമ്മൾക്ക് പലപ്പോഴും ഒരു ചിന്തയാണ് പ്രാർത്ഥനയെക്കാളും പ്രവൃത്തിയാണ് കൂടുതൽ പ്രാധാന്യം എന്നുള്ളത്. പക്ഷേ നമുക്കൊരു കാര്യം മനസ്സിലാക്കണം. അവർ പ്രയർ ടു അതേഴ്സ് ഫോർ ഗോഡ്, അവർ പ്രയർ ടു ഗോഡ് ഫോർ അതേഴ്സ് out of their concern and love for others is the greatest thing that we can do for others. ദൈവത്തോട് നാം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അവരോടുള്ള കൺസേൺ നിമിത്തം, അവരോടുള്ള സ്നേഹം നിമിത്തം നാം പ്രാർത്ഥിക്കുമ്പോൾ അതാണ് നമ്മൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. പ്രാർത്ഥന നമ്മൾ അങ്ങനെ കുറച്ച് കാണേണ്ട കാര്യമില്ല. Why? We take out our times from our schedules to intercede to God on behalf of those who are important to us. നമുക്ക് പ്രാധാന്യമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നാം അവർക്ക് പകരമായിട്ട് ദൈവത്തോട് ഇടപെടുവാൻ വേണ്ടിയിട്ട് നാം നമ്മളുടെ സമയത്തിൽ നിന്നും ചില ഏരിയസ് മാറ്റി വെച്ച് ഇത് ചെയ്യുന്നു. We spend our emotions and words for those who are dear to us. നമ്മളുടെ വികാരങ്ങളും നമ്മളുടെ വാക്കുകളും നമ്മൾക്ക് പ്രിയപ്പെട്ടവർക്കായിട്ട് നമ്മളിത് ഉപയോഗിക്കുന്നു, പ്രയോജനപ്പെടുത്തുന്നു. We undertake to speak to the creator of the universe for them. ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച ആ സൃഷ്ടാവിൻ്റെ അടുത്ത് അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുവാൻ നമ്മൾ സമയം കണ്ടെത്തുന്നു. Why? We do so because we care for them. ബ്രദറെ, ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറയുമ്പോൾ അത് കേവലം ലാഘവത്തോടെ എടുക്കേണ്ട ഒരു കാര്യമല്ല. ഇറ്റ്സ് സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, prayer for the ones whom we care for is not to be a one-time activity. നാം ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അത് ഒരു തവണ മാത്രം പ്രാർത്ഥിച്ച് നിർത്തേണ്ട ഒരു ക്രിയയല്ല. എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് സംതിങ് വി റിമെമ്പർ അബൌട്ട് ദം അറ്റ് വൺസ്, പ്രേ ആൻഡ് ദെൻ ഫോർഗെറ്റ്. നമ്മൾ എന്തിനെ ഓർത്തോ ഉടനെ പ്രാർത്ഥിച്ചു പിന്നെ അത് മറക്കുന്നു എന്നുള്ളൊരു കാര്യമല്ല നമ്മളിവിടെ കാണുന്നത്. റാദർ വി നീഡ് ടു ഫോളോ അപ്പ് വിത്ത് ദം ടു സീ വാട്ട് മോർ വി ക്യാൻ പ്രേ ഫോർ ദം. നമ്മൾ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, എന്നിട്ട് ആ വിഷയം നമ്മൾ മറന്നു പോകാതെ ആ വിഷയത്തെ പറ്റി ഓർത്ത് അവരോട് പിന്നെയും അതിനെപ്പറ്റിയുള്ള ഫോളോ അപ്പ് നടത്തിയിട്ട് ഇനി എന്തെങ്കിലും പ്രാർത്ഥിക്കാനുണ്ടോ എന്നുള്ള കാര്യം കൂടെ ചോദിക്കാനുള്ള ഒരു പ്രവണത അതിലുണ്ടാവണം. ഇവിടെ നമ്മൾ 1-ാമത്തെ അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങളിൽ പൗലോസ് ഇടവിടാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. We see that Paul is looking for more points to pray for the Thessalonians, having waited for Timothy to come back from Thessalonica. തെസ്സലോനിക്കയിൽ നിന്നും വന്ന തിമോത്തിയോസിൽ നിന്നും പൗലോസ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്, ഇതുവരെ ഞങ്ങൾ പ്രാർത്ഥിച്ചു അവർക്ക് വേണ്ടിയിട്ട്, ഇനി അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന ഇനിയും കൂടുതൽ എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ എന്നുള്ളതാണ് പൗലോസ് ചിന്തിക്കുന്നത്. സോ ഇൻ ഷോർട്ട് ഇറ്റ് ഇസ് സപ്പോസ് ടു ബി ആൻ ഓൺഗോയിങ് ആക്ടിവിറ്റി. ചുരുക്കി പറഞ്ഞാൽ ഇത് തുടർമാനമായിട്ട് പോകേണ്ട ഒരു ക്രിയയാണ്. ഇവിടെ രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ കാണേണ്ടത്, അവർ കോൺസ്റ്റന്റ് പ്രേയേഴ്സ് വിൽ റിഫ്ലക്റ്റ് ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് താങ്ക്ഫുൾനെസ്. നാം നേരത്തെ പറഞ്ഞ കാര്യം ഇതായിരുന്നു, നമ്മളുടെ തുടർമാനമായിട്ടുള്ള പ്രാർത്ഥനകൾ നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള നമ്മളുടെ സ്നേഹത്തെയും ഭാരത്തെയും പ്രകടമാക്കും. രണ്ടാമതായിട്ട്, നമ്മൾ തുടർമാനമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിലെ നന്ദിയുടെ അല്ലെങ്കിൽ ഒരു കടപ്പാടിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു മനോഭാവം നമുക്കവിടെ കാണാൻ സാധിക്കും. In all of the prayers that Paul makes to God, one main action we see in verse 2 is the frequent giving of thanks for all that pertains to what God has done in relation to their belief and conversion. 1-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് ഇടവിടാതെ സ്തോത്രം ചെയ്യുന്നത്. We give thanks to God always. എല്ലാ സമയത്തും നന്ദി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ദൈവത്തോട്. എന്തിനും? ദൈവം ചെയ്തതിനും, പ്രത്യേകിച്ച് തെസ്സലോനിക്ക വിശ്വാസികളുടെ വിശ്വാസവും അവരുടെ പ്രായശ്ചിത്തവും എല്ലാം കൂടെ കണക്കിലെടുത്താണ് ആ നന്ദി കൊടുക്കുന്നത്. പിന്നെ ഇത് മാത്രമല്ല, 3-ാമത്തെ വാക്യത്തിൽ പ്രത്യേകിച്ച് 3 കാര്യങ്ങൾ എടുത്തു പറഞ്ഞാണ് താൻ അവിടെ ഈ ഒരു കാര്യം പറഞ്ഞത്. There are 3 things for which Paul gives thanks. 1, work of faith. 3-ാമത്തെ വാക്യത്തിൽ എന്താ? വിശ്വാസത്തിൻ്റെ പ്രവൃത്തി. വിശ്വാസത്തിൻ്റെ പ്രവൃത്തി എന്നുകൊണ്ടെന്നാൽ എന്താണ് കാര്യം? This refers to the fact of faith being made manifest by works. വിശ്വാസം എന്നുള്ളൊരു വസ്തുത
പ്രവൃത്തിയിൽ കൊണ്ടുവരുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ പ്രവൃത്തിയിൽ കലാശിക്കുന്ന ഒരു ക്രിയ, അതാണ് നമ്മളിവിടെ കാണുന്നത്. തെസ്സലോനിക്ക വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം കേവലം യേശുവിൻ്റെ മരണ പുനരുദ്ധാന കർത്തൃത്വത്തിൻ്റെ വെറും ഒരു ഏറ്റുപറച്ചിലല്ല, വാഗുൻ്റെ ഒരു ഏറ്റുപറച്ചിൽ മാത്രമായിരുന്നില്ല അത്. Rather, it was about their faith in these facts, producing works according to Jesus Christ because of the regenerative work that accompanied it. കേവലം വാക്കുകൊണ്ടുള്ള ഒരു ഏറ്റുപറച്ചിൽ മാത്രമല്ലായിരുന്നു ഇത് ഇവർക്ക്. മറിച്ച് ഈ വസ്തുതകളിലുള്ള ഇവരുടെ വിശ്വാസം കലാശിക്കുന്നത് ക്രിസ്തുയേശുവിൽ ഉണ്ടാകേണ്ട സൽപ്രവൃത്തിയിലേക്കാണെന്നുള്ള കാര്യമാണ് നമ്മളിവിടെ കാണുന്നത്. കാരണം ഈ സൽപ്രവൃത്തിയിലേക്ക് ഇവർ പോകണമെങ്കിൽ ഒരു വീണ്ടും ജനന പ്രക്രിയ ഇവരുടെ ഉള്ളിൽ നടക്കണം. ആ വീണ്ടും ജനന പ്രക്രിയയുടെ റിസൾട്ടാണ് വിശ്വാസം. ആ വിശ്വാസത്തിൻ്റെ റിസൾട്ടാണ് സൽപ്രവൃത്തി. ആക്ടിങ് ഓർ പോസിറ്റീവ് റെസ്പോണ്ടിങ് ടു ദ കോണ്ടൻസ് ഓഫ് ഫെയ്ത്ത്. വിശ്വാസത്തിൻ്റെ ഉള്ളടക്കത്തിനോടുള്ള ക്രിയാത്മകമായിട്ടുള്ള പ്രതികരണമാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ പൗലോസ് പറയുന്നത്, ഞങ്ങൾ സുവിശേഷം പറഞ്ഞു, നിങ്ങൾ വിശ്വസിച്ചു, ആ വിശ്വാസം കേവലം വാക്കുകൊണ്ടായിരുന്നില്ല, അത് അവരുടെ പ്രവൃത്തിയിൽ കണ്ടു. ഇറ്റ് ബോർ ഫ്രൂട്ട്, ഫലം കണ്ടു എന്നുള്ള കാര്യത്തിലാണ് പൗലോസ് ഇവിടെ നന്ദി പറയുന്നത്. രണ്ടാമത്, ഓക്കെ, അതിനുള്ള ബന്ധത്തിൽ ഉള്ള ലെസൺ ഇതാണ് കാണാൻ സാധിക്കുന്നത്. ഒരു വ്യക്തി കേവലം വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെടുന്നതും രക്ഷിക്കപ്പെടുന്നതും ചെയ്യുന്നത് എന്ന് ബൈബിൾ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അനുബന്ധം അതിൻ്റെ കൂടെ ഉണ്ട്. Faith is never designed to be a verbal confession only that has no effect in our life. നമ്മുടെ ജീവിതത്തിൽ ഒരു എഫക്റ്റും ഇല്ലാത്ത രീതിയിലുള്ള ഒരു കേവലം കൊണ്ടുള്ള ഒരു ഏറ്റുപറച്ചിൽ മാത്രമല്ല വിശ്വാസം. അത് അങ്ങനെയല്ല ദൈവം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ശരിയായ വിശ്വാസം ദൈവത്തിന് പ്രസാദകരമായിട്ടുള്ളൊരു ജീവിതത്തിലേക്ക് വഴിയൊരുക്കും. Authentic faith will produce works. The absence of works is the evidence of a lack of a true relationship with God. ശരിയായ ദൈവപ്രസാദമുള്ള ഒരു ജീവിതത്തിൻ്റെ അഭാവം സൂചിപ്പിക്കുന്നത് ശരിയായ ഒരു ബന്ധം അവിടെ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ജെയിംസ് തൻ്റെ ലേഖനത്തിൽ, യാക്കോബിൻ്റെ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നത്, ഫെയ്ത്ത് വിത്തൗട്ട് വർക്ക്സ് ഇസ് എ ഡെഡ് ഫെയ്ത്ത്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്ത വിശ്വാസമാണ്. അബ്രഹാം തൻ്റെ വിശ്വാസത്തെ പ്രകടമാക്കിയത് എങ്ങനെയാണ്? തൻ്റെ പുത്രനായ ഇസ്ഹാക്കിനെ യാഗമർപ്പിക്കുവാൻ ആ മലയിലേക്ക് കയറി ചെന്നതിലൂടെയാണ്. അതുപോലെ തന്നെ രാഹാബ് തൻ്റെ വിശ്വാസം ദൈവത്തിൽ അർപ്പിച്ചത് എങ്ങനെയാണ്? കാരണം യെരികോ പട്ടണത്തിൽ ഉള്ള ബാക്കി എല്ലാവർക്കും രാഹാബിൻ്റെ അറിവ് എന്തായിരുന്നു, അതുതന്നെയായിരുന്നു അവർക്കും. എങ്ങനെയാണ് മിസ്രൈമിൽ നിന്നും ഇസ്രായേൽ വന്നതെന്നും ചെങ്കടൽ വിഭാഗിച്ചതെന്നും എല്ലാം അവർക്കും അറിയാം, രാഹാബിനും അറിയാം. എന്നാൽ ഇവരിൽ വ്യത്യാസം എന്താ? ഈ ദേശം ഉറ്റുനോക്കാൻ വന്നവരെ പാർപ്പിച്ചു എന്നുള്ളതാണ് രാഹാബും അവരും തമ്മിലുള്ള വിശ്വാസം. അപ്പോൾ വിശ്വാസം എന്നുള്ള കാര്യം അവരെന്തറിഞ്ഞു, ആ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ അവരെന്താണ് ചെയ്യുന്നത്, ക്രിയാത്മകമായിട്ട് എന്താണ് ചെയ്യുന്നത്, അതാണ് വിശ്വാസത്തിൻ്റെ തലത്തിലേക്ക് വരുന്നത്. ആ തലം പ്രാവർത്തിക തലത്തിൽ പ്രകടമാകും. അതാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. Do those who shared the gospel with you and lead you to Christ thank God with remembrance for the reality of your faith being made manifest? നമ്മളോട് സുവിശേഷം പറഞ്ഞ ആൾക്കാർ, നമ്മളെ ക്രിസ്തുവിലേക്ക് നയിച്ച ആൾക്കാർ, നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം യാഥാർത്ഥ്യമായി എന്ന് കണ്ട് അവർ നമുക്ക് വേണ്ടിയിട്ട് സന്തോഷിക്കാറുണ്ടോ? Or do they grieve at your insufficient evidence of being born again? അതായത് അവർ സുവിശേഷം പറഞ്ഞു, നമ്മൾ വിശ്വസിച്ചു എന്ന് പറയുന്നു, എന്നാൽ നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നുമില്ല എന്ന് കണ്ടിട്ട് അവർ ദുഃഖിക്കുന്നുണ്ടോ? മനസ്സിലായോ? നമ്മളോട് സുവിശേഷം പറഞ്ഞ ആൾക്കാർ ഇപ്പോൾ എന്താണ് നമ്മളെ കാണുമ്പോൾ ചെയ്യുന്നത്? ചുരുക്കി പറഞ്ഞാൽ അതാണ് ഇവിടുത്തെ ചോദ്യം. ഇനി ദ വർക്ക്സ് ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ എന്ന് നമ്മൾ കണ്ടു. ഇനി അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്ന ഫ്രേസ് ലേബർ ഓഫ് ലവ്, സ്നേഹത്തിൻ്റെ പ്രയത്നം. This refers to the fact that all of their outworking of Christian activities was a result of the love that existed within them for each other.
അവരിലുണ്ടായ എല്ലാ ക്രിസ്തീയ പ്രവർത്തനങ്ങളും അവരുടെ ഇടയിലുണ്ടായിരുന്ന സ്നേഹബന്ധത്തിൻ്റെ തെളിവായിരുന്നു. ലേബർ ഓഫ് ലവ്, സ്നേഹം നിമിത്തമുണ്ടാവുന്ന അന്യോന്യമുള്ള ക്രിസ്തീയ പ്രവർത്തനങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. See, they weren't doing it just for the sake of finishing an activity in a checklist. ഒരു ദിവസം ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളൊരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഇന്നിത് ചെയ്തു എന്നും പറഞ്ഞ് വെറുതെ അങ്ങനെ പൂർത്തീകരിക്കുന്നതല്ല. അവർ സഭയ്ക്കായിട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അന്യോന്യം സ്നേഹത്തോടെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഓർത്താണ് പൗലോസ് ഇവിടെ ഇവർക്ക് വേണ്ടിയിട്ട് നന്ദി പറയുന്നത്. സോ വൺ ലെസൺ കമ്മിങ് ഔട്ട് ഫ്രം ഹിയർ ഇസ്, നമ്മളിൽ പലപ്പോഴും മറ്റുള്ളവരെ സാമ്പത്തികമായിട്ട് സഹായിക്കാനും പ്രസംഗിക്കുവാനും സുവിശേഷീകരണങ്ങളിൽ പങ്കെടുക്കുവാനും മറ്റ് സഭായോഗങ്ങൾക്കും പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനും ഒക്കെ നമ്മൾ കയറി ചെല്ലാറുണ്ട്. എന്നാൽ അതിൽ പല ആൾക്കാരും എന്തിനാണിത് ചെയ്യുന്നത് എന്നുള്ളതും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. വൈ ഡു മെനി പീപ്പിൾ ഗെറ്റ് ഇൻവോൾവ് ഇൻ സച്ച് ആക്ടിവിറ്റീസ്? ചിലർ മറ്റുള്ളവരുടെ മുമ്പിൽ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്, അല്ലേ? 4 പേര് അറിയണം ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത്, 4 പേര് അറിയണമെന്നുള്ള ഒരു ചിന്തയിലാണ് ഇത് ചെയ്യുന്നത്. 2, ടു മാനിപ്പുലേറ്റ് അതേഴ്സ് ടു ലൈക്ക് യു. മറ്റുള്ളവരെ സ്വാധീനിച്ച് അവർ നിങ്ങളെ ഇഷ്ടപ്പെടുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇത് ചെയ്യുന്നു. അങ്ങനെ ഒരു ഉദ്ദേശവും ചിലർക്കുണ്ട്. മറ്റൊരു ഉദ്ദേശം, ഇറ്റ് ഈസ് ഡൺ വിത്ത് an intention of boasting before themselves on doing good for others. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നന്മ ചെയ്തു എന്നുള്ളത് വീമ്പ് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉദ്ദേശം ഇതിൽ വരുന്നുണ്ട്. Let me ask you this. Is the love for Christ present behind all that you do for God? നാം ദൈവത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന എല്ലാ കാര്യത്തിൻ്റെയും പിറകിൽ ക്രിസ്തുവിനോടുള്ള സ്നേഹം അവിടെ ഉണ്ടോ? Is it there? Will those who led you to Christ and are praying for you be lamenting the fact that you are doing a good deed for a purpose that is outside the will of God? നിങ്ങളെ വിശ്വാസത്തിലേക്ക് നടത്തിയ ആൾ ഇപ്പോൾ കാണുന്നത് നിങ്ങളൊരു സൽപ്രവൃത്തി ചെയ്യുന്നത് ദൈവ ഇഷ്ടത്തിന് വെളിയിലുള്ള ഒരു ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ അവർ നിങ്ങളെ ഓർത്ത് ഇപ്പോൾ ദുഃഖിക്കാറുണ്ടോ എന്നും കൂടെ നമ്മൾ ചിന്തിക്കണം. ഇനി മൂന്നാമതായിട്ട് നമ്മളിവിടെ കാണുന്നൊരു കാര്യം, സ്റ്റെഡ്ഫാസ്റ്റ്നെസ് ഓഫ് ഹോപ്പ് ഇൻ അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. വിശ്വാസത്തിലുള്ള എന്താ? മൂന്നാമത്തെ വാക്യത്തിൽ എന്താ വാക്യം വരുന്നത്? പ്രത്യാശയുടെ സ്ഥിരത. താങ്ക് യു. സുവിശേഷം എന്നുള്ള സന്ദേശം നമുക്ക് ക്രിസ്തുവിനോട് കൂടിയിട്ടുള്ള ഒരു നിത്യതയെ പറ്റിയുള്ള ഒരു പ്രത്യാശ നമുക്ക് തരുന്നുണ്ട്. വിച്ച് ഇസ് റിയലൈസ്ഡ് when Christ comes back. ക്രിസ്തു വരുമ്പോൾ ആ ഒരു നിത്യത നമുക്ക് വരുന്നുണ്ട്. The second coming is also an important part of the gospel, along with the deity, death, resurrection of Christ, along with the transformed life. സുവിശേഷ സന്ദേശത്തിൽ ക്രിസ്തുവിൻ്റെ ജീവിതം, മരണം, പുനരുദ്ധാനം, ദൈവത്വം, അതോടൊപ്പം തന്നെ രൂപാന്തരപ്പെടേണ്ട ജീവിതം എന്ന കാര്യത്തോടു കൂടി ചേർത്ത് തന്നെ പറയേണ്ട ഒരു കാര്യമാണ് കർത്താവിൻ്റെ മടങ്ങി വരവ്, രണ്ടാം വരവ്. ഈ ഒരു പ്രത്യാശ ഇവരിൽ എന്താണ് ഉളവാക്കിയത്? ഇറ്റ് പ്രൊഡ്യൂസ്ഡ് an endurance or steadfastness. പ്രത്യാശ നിമിത്തമുണ്ടാവുന്ന ഒരു സ്ഥിരത, വിശ്വാസത്തിൽ തുടരാനുണ്ടാവേണ്ട സ്ഥിരത. നമുക്ക് 6ാമത്തെ വാക്യം വായിക്കാം. മലയാളത്തൊന്ന് വായിച്ചിട്ട് 6ാമത്തെ വാക്യം. ഒരു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു. ഓക്കെ, ബഹുകഷ്ടം സഹിക്കേണ്ടി വന്ന ഒരു അവസ്ഥയിലാണ് അവർ എല്ലാവരും വിശ്വാസത്തിൽ വരുന്നത്. ഓക്കെ, ഇനി അതോടുകൂടി ചേർന്ന് 2-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം കൂടെ നമുക്ക് നോക്കാം. സഹോദരന്മാരെ, യഹൂദ്യരിൽ ക്രിസ്തുവിലുള്ള ദൈവസഭകൾക്ക് നിങ്ങൾ അനുകാരികളായി തീർന്നു. അവർ യഹൂദന്മാരാൽ അനുവദിച്ചത് തന്നെ നിങ്ങളും സ്വജാതികൾക്ക് ആരാൽ അനുവദിച്ചുവല്ലോ. അപ്പോൾ ഇവരുടെ കൺവേർഷനിലേക്കുള്ള വരവ് അല്ലെങ്കിൽ ദൈവഭാഗത്തേക്ക് വന്ന ആ ഒരു സമയം എളുപ്പമായിരുന്നില്ല.
വളരെയധികം എതിർപ്പുകൾ ഉണ്ടായിരുന്ന സാഹചര്യത്തിലാണ് ഇവർ വിശ്വാസത്തിൽ വന്നത്. ആ എതിർപ്പുകൾ കുറഞ്ഞിട്ടുമില്ല, അത് അതുപോലെ തന്നെ ഉണ്ട്, ഒരുപക്ഷെ കൂടിയാലേ ഉള്ളൂ. അപ്പോൾ ഇത്രയും എതിർപ്പുകൾ ഉണ്ടായിട്ടും ഇവർ എന്തുകൊണ്ടാണ് വിശ്വാസത്തിൽ സ്ഥിരതയോടെ നിൽക്കുന്നത്? ദെർ ഇസ് എ ഹോപ്പ്. ഇതിന് അപ്പുറം, മരണത്തിനപ്പുറം ഭാവിയിൽ ഒരു പ്രത്യാശ അവർക്കുണ്ട് എന്നുള്ളത് കണ്ടിട്ടാണ് ഇപ്പോൾ അവർ സ്ഥിരതയോടെ നിൽക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു ലെസൺ കാണാൻ സാധിക്കുന്നത്, വൈ വുഡ് someone stay with Christ and be identified with him even in situations where it is not favorable to do so? ക്രിസ്തുവിൻ്റെ കൂടെ ആയിരിക്കുവാനും തന്നോടൊപ്പം ചേർന്ന് നിൽക്കുവാനും സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്ത സമയത്ത് പോലും എന്തുകൊണ്ട് ചിലർ അങ്ങനെ ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കും? വൈ? ഇറ്റ് ഈസ് ബിക്കോസ് വി നോ that we have an existence even after our death. മരണത്തിനപ്പുറവും ഒരു അവസ്ഥ നമുക്കുണ്ട് എന്നുള്ളത് അറിയുന്നതുകൊണ്ടാണ് നാം ഇങ്ങനെ ക്രിസ്തുവിനോട് കൂടെ നിൽക്കുന്നത്. See, we all know that we will be freed from all of the effects of sin in this world when Christ comes back. ക്രിസ്തു തിരിച്ചു വരുമ്പോൾ പാപത്തിൽ ഉള്ള എല്ലാ എഫക്ട്സും, എല്ലാ സ്വാധീനവും നമ്മളിൽ നിന്നും നീക്കി മാറ്റപ്പെടും, നമുക്കതിൽ നിന്നും മോചനം ലഭിക്കുമെന്നുള്ളത് നമുക്കറിയാം. നമുക്കറിയുന്ന മറ്റൊരു കാര്യമുണ്ട്, മരണത്തെ ജയിച്ച ഈ യേശു തൻ്റെ വാഗ്ദത്തം നിറവേറ്റും. തന്നോട് കൂടിയിട്ടുള്ളവരെ ചേർക്കുവാൻ താൻ വീണ്ടും വരും എന്നുള്ള ഒരു വാഗ്ദത്തം നമുക്ക് തന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളാണ് നമ്മളിവിടെ ഇതിനോടുള്ള ബന്ധത്തിൽ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ചില ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് നമുക്ക് ഒന്ന് ചിന്തിക്കാം. ഈസ് ദ ഫാക്ട് ഓഫ് ക്രൈസ്റ്റ്സ് ഹോപ്പ് എ റിയാലിറ്റി ദാറ്റ് യു ഫുള്ളി ട്രസ്റ്റ് ഇൻ? ക്രിസ്തുവിലുള്ള ഒരു പ്രത്യാശ അതൊരു വസ്തുതയാണ്, അത് ഒരു യാഥാർത്ഥ്യമായിട്ട് നമ്മൾ കാണുന്നുണ്ടോ? അതിൽ നമ്മൾ നമ്മളുടെ ഹൃദയത്തെ അർപ്പിക്കുന്നുണ്ടോ എന്നുള്ളതൊരു ചോദ്യമായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. അതങ്ങനെയാണെങ്കിൽ, is it leading you to see today's trials and setbacks as temporary? ക്രിസ്തുവിൻ്റെ കൂടെ ഒരു നിത്യത നമുക്കുണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ പൂർണ്ണമായിട്ട് ഹൃദയം കൊണ്ട് എടുക്കുവാണെങ്കിൽ ഇന്നത്തെ കഷ്ടതകളെയും ശോധനകളെയും താൽക്കാലികമായിട്ട് എണ്ണുവാൻ അത് നമ്മളെ സഹായിക്കുന്നുണ്ടോ? ഈസ് ദ ഫാക്ട് ഓഫ് ജീസസ് സെക്കൻഡ് കമ്മിങ് ലീഡിങ് യു ടു എൻഡ്യൂർ ഇൻ ഫെയ്ത്ത്? ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് നമ്മെ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ പ്രേരിപ്പിക്കുന്നുണ്ടോ? ആർ ദോസ് who pray for you rejoice in the endurance that your hope produces? നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ വിശ്വാസം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രത്യാശ നിങ്ങളെ സ്ഥിരതയിൽ കൊണ്ടുവരുന്നു എന്നുള്ള കാര്യം ഓർത്ത് നിങ്ങളെ പറ്റി സ്തോത്രം ചെയ്യാറുണ്ടോ? Now, as we conclude our study, ഈ ഒരു ഭാഗം നമ്മൾ ഇന്ന് അവസാനിപ്പിക്കുമ്പോൾ 3 കാര്യങ്ങൾ കൂടെ പറഞ്ഞ് 3 ലെസൺസ് കൂടെ പറഞ്ഞ് നമുക്ക് ഇന്ന് അത് അവസാനിപ്പിക്കാം. 1. Our faith in Jesus is something that others should remember and give thanks for. നമ്മൾക്ക് ക്രിസ്തുവിലുള്ള വിശ്വാസം അത് മറ്റുള്ളവർ കണ്ട് ദൈവത്തോട് നന്ദി പറയേണ്ട ഒരു വിശ്വാസമായിരിക്കണം. അത് ഓർക്കുകയും ചെയ്യണം. Is someone looking at God to thank him for your life? നിങ്ങളുടെ ജീവിതം കണ്ടിട്ട് ഏതെങ്കിലും ഒരാൾ ദൈവത്തോട് നന്ദി പറയുന്നുണ്ടോ? നിങ്ങളുടെ വിശ്വാസ ജീവിതം കണ്ട് നിങ്ങളെ ഓർത്ത് ദൈവത്തിനോട് നന്ദി പറയുന്നുണ്ടോ? ചിന്തിക്കേണ്ട ഒരു ചോദ്യമാണിത്. Then, next thing, പൗലോസിൻ്റെയും കൂട്ടരുടെയും പ്രാർത്ഥന ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, they were always occupied with praying for requests pertaining to spiritual matters. ഇവിടെ പൗലോസിന്റെ പ്രാർത്ഥന നോക്കിയേ, ഭൗതികമായിട്ടുള്ള ഒരു കാര്യവും ഇവിടെ നമ്മൾ കാണുന്നില്ല. ഫുൾ ആത്മീയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. They weren't concerned at all for the financial prosperity of the Thessalonians. തെസ്സലോനിക വിശ്വാസികളുടെ സാമ്പത്തിക ഉന്നമനത്തെ പറ്റി ഇവർക്ക് യാതൊരു ചിന്തയുമില്ലായിരുന്നു. അതുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇവർക്ക് വിഷയമല്ല. പക്ഷെ ഇവരുടെ ചിന്ത എല്ലായ്പ്പോഴും ഇവരുടെ ആത്മിക ആവശ്യങ്ങളായിരുന്നു. സോ ഈസ് our prayer filled with things above or is it just materialistic? നമ്മളുടെ പ്രാർത്ഥന അതിൻ്റെ ലാബ് ടെസ്റ്റ് ഒന്ന് ചെയ്താൽ അതിൽ
എത്ര ശതമാനമാണ് ഉയരത്തിലുള്ള കാര്യത്തെ പറ്റിയുള്ള പ്രാർത്ഥന, എത്ര ശതമാനമാണ് ഭൗതിക കാര്യങ്ങളെ പറ്റിയുള്ള പ്രാർത്ഥന? ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം നമ്മൾ. പൗലോസും കൂട്ടരും പ്രാർത്ഥിക്കുമ്പോൾ മത്തായി 6 കർത്താവ് പറഞ്ഞിരിക്കുന്ന ആ ഒരു മാതൃകയുണ്ടല്ലോ പ്രാർത്ഥനയുടെ കാര്യത്തിൽ, അതാണ് ഇവിടെ പ്രായോഗികമാക്കുന്നത്. ആ ഒരു പ്രാർത്ഥനയിൽ ഒരു വിഷയം മാത്രമേ ഉള്ളൂ ഭൗതികമായിട്ടുള്ള എന്തെങ്കിലും ഒരു ആവശ്യത്തെ ചുറ്റിപ്പറ്റിയിരിക്കുന്നത്. ഗിവ് അസ് ദിസ് ഡേ അവർ ഡെയിലി ബ്രെഡ്. അന്നേക്കുള്ള ആഹാരം ഞങ്ങൾക്ക് നൽകണമെന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ആ പ്രാർത്ഥനയിൽ ഭൗതിക ആവശ്യങ്ങളുമായിട്ട് ബന്ധത്തിലിരിക്കുന്നത്. ബാക്കിയെല്ലാം ആത്മികമാണ്. ഭൗതിക കാര്യങ്ങൾക്കൊക്കെ പ്രാർത്ഥിക്കേണ്ട എന്നുള്ളതല്ല, പക്ഷേ മുൻതൂക്കം എവിടെയാണെന്നുള്ളതാണ്, പ്രാധാന്യം എവിടെയാണെന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. We need to ask if others' spiritual growth or success in earthly pursuits give us joy. മറ്റൊരു വ്യക്തി ആത്മികമായിട്ട് വളരുമ്പോൾ, വിജയിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഭൗതിക കാര്യത്തിൽ അല്ലെങ്കിൽ ആത്മീയ കാര്യത്തിൽ, ഇതിൽ ഏതാണ് നമുക്ക് ആനന്ദം കണ്ടെത്തുന്നത്? നമ്മളിപ്പോൾ ഒരാളുടെ ജീവിതം നോക്കുമ്പോൾ, അവൻ ഇന്ന ജോലിയിൽ പ്രവേശിച്ചു, ഇന്ന ശമ്പളമുണ്ട്, ദുബായിൽ ഗോൾഡൻ വിസയുണ്ട് എന്നും പറഞ്ഞ് അതിൽ ആനന്ദിക്കുകയാണോ, അതോ അവൻ ഇപ്പോൾ പഴയ ജീവിതത്തിലേക്കൊന്നും പോകുന്നില്ല, അവനിപ്പോൾ വളരുന്നുണ്ട്, ആത്മീകമായിട്ട് വളരുന്നുണ്ട്, സഭയിൽ കൂടുതൽ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ സന്തോഷിക്കുന്നത്? വിച്ച് ഓഫ് ദിസ് ഗിവ്സ് us joy? ചില ആൾക്കാർ മറ്റുള്ളവരുടെ കാര്യത്തിൽ എന്താ പറയുക, പൊക്കി പറയുമ്പോൾ എന്താണ് അവർ പൊക്കി പറയുന്നത് നമ്മൾ ശ്രമിക്കണം. അതാണ് അവരുടെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി അവസാനത്തെ ലെസൺ, we must remember that what we do continually will become the basis of exhortation for others. നാം തുടർമാനമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ മറ്റുള്ളവർക്ക് പ്രബോധനമായിട്ട് നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഞാനൊരു കാര്യം, ഇപ്പോൾ പൗലോസ് ഇവിടെ ഇടപെടാതെ പ്രാർത്ഥിച്ചു, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 5-ാമത്തെ അധ്യായത്തിൻ്റെ 17-18 വാക്യങ്ങളിൽ ഇടപെടാതെ പ്രാർത്ഥിക്കാനും എല്ലാത്തിനും സ്തോത്രം ചെയ്യുവാനും തെസ്സലോനിക്ക വിശ്വാസികളോട് പറയുന്നത്. അല്ലാതെ പൗലോസ് ചെയ്യാത്ത കാര്യമല്ല അവിടെ പറയുന്നത്. In other words, we have the moral qualification to advise others to do something only when we do it ourselves. നമ്മളൊരു കാര്യം ചെയ്താൽ മാത്രമേ അത് മറ്റുള്ളവരെ ഉപദേശിക്കാനുള്ള ധാർമ്മികമായിട്ടുള്ള ഒരു യോഗ്യത നമുക്കുള്ളൂ. വളരെ വൈകി എണീക്കുന്ന ഒരാളാണ് ഞാനെങ്കിൽ നിങ്ങളോട് രാവിലെ തന്നെ എണീക്കണമെന്ന് പറയുന്നതിൽ എന്തെങ്കിലും യുക്തിയുണ്ടോ? ഇല്ല. എന്നതുപോലെയാണിത്. Paul's frequent prayers and giving thanks in all circumstances becomes the basis for which he exhorts the believers to do the same. 5-ാമത്തെ അധ്യായത്തിൽ നമ്മളത് കണ്ടു. Do we look like hypocrites when we stand in the pulpit and exhort others to obey God? ഈ pulpitൽ നിന്നുകൊണ്ട് പറയുന്നത് വളരെ അപകടം പിടിച്ചൊരു കാര്യമാണ്. കാരണം പലപ്പോഴും പല ആൾക്കാരും നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് പറയുന്നതല്ലായിരിക്കും നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ കപടന്മാരായി മാറുകയാണ്. പ്രത്യേകിച്ച് പുൾപിറ്റിൽ നിന്ന് സംസാരിക്കുന്നതും അതുപോലെ തന്നെ മറ്റുള്ളവരെ അഡ്വൈസ് ചെയ്യാൻ തുനിയുന്നതുമായിട്ടുള്ള ആൾക്കാർ ഇവിടെ നിന്നുകൊണ്ട് ദൈവത്തെ അനുസരിക്കണമെന്ന് പറയുകയും അത് സ്വന്തം ജീവിതത്തിൽ പ്രായോഗികം ആകാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണോ എങ്കിൽ അതൊരു അപകടം പിടിച്ചൊരവസ്ഥയാണ്. Is our life disqualifying what we say to others? നാം മറ്റുള്ളവരോട് പറയുന്ന കാര്യം ആ ഒരു കാര്യത്തെ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നതാണോ ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്യുന്നത്? Let us think on these things diligently. വളരെ സൂക്ഷ്മമായിട്ട് നമുക്ക് ഈ കാര്യങ്ങളെ ചിന്തിക്കാം, നമുക്കത് ധ്യാനിക്കാം. ദൈവം എന്നുവെച്ചാൽ അടുത്ത തവണ ഇതിൻ്റെ ഒരു ബാക്കിയായിട്ട് 4-5 വാക്യങ്ങൾ നമുക്ക് ആഴമായിട്ട് തന്നെ ചിന്തിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുവാണ്.